മറ്റേണിറ്റി ബ്രേക്കിനു ശേഷം ദീപിക തിരിച്ചെത്തുന്നത് കൽക്കിയിലൂടെ ആയിരിക്കുമെന്ന റിപ്പോർട്ടുകൾ. മറ്റേണിറ്റി ബ്രേക്കിനു ശേഷം ദീപിക അഭിനയിക്കുന്ന ആദ്യ ചിത്രമാകും കൽക്കിയുടെ രണ്ടാം ഭാഗം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് ഇക്കാര്യം പങ്കുവച്ചത്. ആദ്യ ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിന്റെ ആഗോള റിലീസിനും നിർമ്മാതാക്കൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ 1000 കോടി കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം കൂടിയായിരുന്നു കൽക്കിയുടെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്തിന്റെ 35% ഇതിനകം തന്നെ ചിത്രീകരിച്ചുവെന്നും ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കളായ സ്വപ്ന ദത്തും പ്രിയങ്ക ദത്തും പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലാണ് ഇക്കാര്യം പങ്കുവച്ചത്. പ്രഭാസ് നായകനായി നാഗ് അശ്വിൻ സംവിധാനത്തിൽ ഈ വർഷം തെലുങ്കിൽ വൻ വിജയം നേടിയ പാൻ ഇന്ത്യൻ ചിത്രമാണ് കൽക്കി 2898 AD. മെഗാ ബജറ്റിൽ ഒരുങ്ങുന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിൽ കമൽഹാസനാണ് പ്രധാന വില്ലൻ. കാശി, കോംപ്ലക്സ്, ശംബാള എന്നീ 3 ലോകങ്ങൾ പശ്ചാത്തലമാകുന്ന ചിത്രത്തിൽ മഹാഭാരത കാലം മുതൽ AD 2898 വരെ നീണ്ടു നിൽക്കുന്ന കഥയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഭൈരവ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചൻ എത്തിയ ചിത്രത്തിൽ വിജയ് ദേവരകൊണ്ട, ദുൽഖർ സൽമാൻ എന്നിവർ അതിഥിവേഷങ്ങളിലും എത്തിയിരുന്നു.